ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രീടോക്ക് ചാനൽ. എല്ലാവർക്കും ഫ്രീടോക്ക് ചാനലിലോട്ട് സ്വാഗതം. അപ്പോ നമ്മളുടെ ബയോളജി എക്സാം ആയിരുന്നു ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എനിക്ക് നല്ല ഈസി ആയിരുന്നു. കാരണം വേറെ ഒന്നല്ല, ഞാൻ ക്രിസ്മസ് എക്സാമിന് പഠിച്ചിരുന്ന ചാപ്റ്റർ, ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ, പബ്ലിക് എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 6ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, ബിഹൈൻഡ് മൊമെന്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ, ഇത്ര ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ ഞാൻ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പോ അതിൽ ചോദിച്ചിരുന്ന 3 പാഠങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് നോക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് ക്രിസ്മസ് എക്സാമും ഓണം എക്സാമിന്റെ പാഠങ്ങൾ നോക്കിയില്ല എന്നല്ല, അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഫോക്കസ് ചെയ്ത ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പബ്ലിക് എക്സാമിന്റെ ഏരിയ ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 18ാമത്തെ ചോദ്യങ്ങൾ, ഡയഗ്രാം ബേസ്ഡ് ചോദ്യങ്ങൾ, അതുപോലെ 18ാമത്തെ തന്നെ ബി, അതുപോലെ തന്നെ മറ്റുള്ള ചോദ്യങ്ങൾ, അതുപോലെ 17ാമത്തത്, അതൊക്കെ ഈ ഒരു പാഠങ്ങളിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ പറയുന്ന ചടങ്ങിലോട്ട് കടക്കാം. 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഞാൻ എഴുതിയത് ഓപ്ഷൻ എ ആണ്. 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എഴുതിയത് ഓപ്ഷൻ ബി ആണ്. 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എഴുതിയത് ഓപ്ഷൻ സി ആണ്. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എഴുതിയത് ഓപ്ഷൻ ബി ആണ്. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, എയുടെ ഉത്തരം എന്ന് പറയുമ്പോൾ ന്യൂ കിങ്ഡംസ് ഉണ്ടെന്ന്, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത് കാർൽ വോയ്സ് ആണ്. അപ്പോ ഈ കിങ്ഡങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അപ്പോ ഈ കിങ്ഡം മോണിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? കിങ്ഡം ആർക്കെ, കിങ്ഡം ബാക്ടീരിയ. ഇത് 2 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അര മാർക്ക് വെച്ചിട്ട് 1 മാർക്ക് കിട്ടും. പിന്നെ ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുമ്പോൾ അങ്ങനെ ഡൗട്ട് ഒന്നും വലുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഈസി ആയിരുന്നു. പക്ഷെ അപ്പൊ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് 17ാമത്തെ എ ക്വസ്റ്റ്യൻ നല്ല ഈസി ആയിരുന്നു, ബിയും നല്ല ഈസി ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതിൽ സംബന്ധിച്ച് നോക്കിയപ്പോ ഇഷ്ടപ്പെട്ട ചോദ്യം അതായിരുന്നു. പിന്നെ 1 വേർഡ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം എന്ന് പറയുമ്പോൾ 4ാമത്തെ ചോദ്യമാണ്. ആ 4ാമത്തെ ചോദ്യം നല്ല കുഴപ്പിക്കുന്ന ചോദ്യവും പ്ലസ് നല്ലതുപോലെ ഫിഗറുകൾ നോക്കി പോയിട്ടുള്ള ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. പിന്നെ ഇത്രയാണ്. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതലും ഫിഗറുകൾ തന്നിട്ട്, ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറുകൾ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കൂടുതൽ മാർക്കുകൾ നല്ലോണം ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറുകൾ നോക്കി പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണിത്. ഇതുവരെ കഴിഞ്ഞ ബയോളജി എക്സാമുകളും എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല പേപ്പർ ഇതായിരുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിൽ 37 ആയിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്രാവശ്യം നല്ല ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. അപ്പോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്യാ. അപ്പോ ഞാൻ എത്ര പേപ്പർ എടുത്തു എന്നായിരുന്നു വേറൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എത്ര പേപ്പർ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 4 പേപ്പർ എടുത്തു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഓർ ക്വസ്റ്റ്യൻസ് അടക്കം ഫുള്ളും എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 4 പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് എന്റെ ബയോളജി എക്സാം കഴിഞ്ഞതിന്റെ റിവ്യൂ. അപ്പോ എന്റെ തംബ്ലൈൻ കണ്ടു വന്നവരാണെങ്കിൽ, എന്റെ തംബ്ലൈനിൽ ഞാൻ ഭയങ്കര സാഡിസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ബയോളജി എക്സാം കഴിഞ്ഞതിന്റെ സങ്കടവും പ്ലസ് നമ്മുടെ ഫിസിക്സ് എക്സാം ആണ് ഇനി വരാൻ പോകുന്ന അതിന്റെ ഒരു ദുഃഖവും. ബയോളജി എക്സാം കഴിഞ്ഞു വന്ന ആനന്ദ കണ്ണീരാണ് നിങ്ങൾ കണ്ടത്. അപ്പോ ഫിസിക്സ് എക്സാം തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് പ്രഡിക്ഷൻ വീഡിയോസ് വന്നതായിരിക്കും. ബൈ ബൈ.